അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടപ്പിലാക്കുകയും അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്ത നടപടികൾ ഇതിനനുകൂലമായിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധം, ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം എന്ന് പറയപ്പെടുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട് അദ്ദേഹത്തിന് എല്ലാവരുമായിട്ടും, മന്ത്രിമാരുമായിട്ടും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടൊക്കെ വളരെ വലിയ ബന്ധമാണ് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ മന്ത്രിമാരുമായിട്ടോ അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരുമായിട്ടോ ഒക്കെ ആ ബന്ധത്തിന്റെ പുറത്തായിരിക്കണമല്ലോ ഇതൊക്കെ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള സാമാന്യ ജനത്തിന് മനസ്സിലാകുന്ന കാര്യവുമാണ്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും പല ചോദ്യം ചെയ്യലുകളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പണം നൽകിയതിന് പകരമായിട്ട് ഈടായിട്ട് അദ്ദേഹം ഈ വസ്തുവകകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല പലരുമായിട്ടും അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് കൂടി അദ്ദേഹത്തിന്റെ മൊഴികളിൽ പറയുന്നുണ്ട്. അത് കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മുരാരി ബാബുമായിട്ടുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.